നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെയൊക്കെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മാസത്തെ തുക മാത്രം വിതരണം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കുടിശ്ശിക എപ്പോഴാണ്, തുക വർധനവ് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മൂന്നോളം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നത്. ഈ മൂന്ന് അറിയിപ്പുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം കുടിശ്ശിക ഇനത്തിൽ ഏകദേശം 8,000 രൂപ ഓരോരുത്തർക്കും ക്ഷേമ പെൻഷൻ തുക കിട്ടാനുണ്ട്. ഈ കുടിശ്ശിക തുക ഉടനെ തന്നെ വിതരണം ചെയ്ത് ആരംഭിക്കുമെന്ന് ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ചില അറിയിപ്പുകളുണ്ടായി. ക്ഷേമ പെൻഷൻ തുക മുടങ്ങിപ്പോകുമെന്ന് ആരും ഭയപ്പെടേണ്ട എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ 2 മാസത്തെ തുക വീതമൊക്കെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടു പോരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2 മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 1,800 കോടിയോളം രൂപ ആവശ്യമുണ്ട്. ഈ തുക കടമെടുത്തുകൊണ്ട് വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. 1 മാസത്തെ തുകയും അതുകൂടാതെ കുടിശ്ശിക ഇനത്തിലുള്ള 1 മാസത്തെ തുകയുടെ ചേർത്ത് 2 മാസത്തെ തുക, ആ ഒരു രീതിയിലായിരിക്കും തുകയുടെ വിതരണം ഉണ്ടാകുക. പക്ഷേ ഓണത്തോടൊക്കെ അനുബന്ധിച്ച 2-3 മാസത്തെ ഗഡു ഒരുമിച്ച്, കുടിശ്ശിക ഇനത്തിലുള്ള 2-3 മാസത്തെ ഗഡു ഒരുമിച്ച് ലഭിക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് നമുക്കറിയാം, നിലവിലത്തെ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു പെൻഷൻ വാങ്ങുന്ന, ഈ കഴിഞ്ഞ ഡിസംബർ മാസം വരെ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ഗഡു തുക മുതൽ ലഭിക്കില്ല. ആഗസ്റ്റ് മാസം അവസാനം വരെയാണ് ഇതിനുള്ള സമയമുള്ളത്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് പുതുക്കി നൽകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഈ ഒരു ക്ഷേമ പെൻഷൻ വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ കയറിക്കൂടിയ കൊണ്ട് തന്നെ വലിയ നടപടികളിലേക്കൊക്കെ പോവുകയുമാണ്. ഇതാണ് മറ്റൊരു കാര്യം. അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി എപ്പോഴൊക്കെ അപേക്ഷ വയ്ക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. ഇത് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അപേക്ഷ വയ്ക്കാൻ സാധിക്കുമോ, എപ്പോഴത്തേക്കാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുക എന്നുള്ള കാര്യം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്ത ആളുകളും, വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളും, വികലാംഗരായിട്ടുള്ള ആളുകൾക്കും, വിധവകളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു പെൻഷനാണ്. ഇതിനുവേണ്ടി എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വയ്ക്കാമെന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂടാതെ പഴയ ലിസ്റ്റിൽ നിന്ന് വളരെയധികം ആളുകളെ പുറത്താക്കുന്നുണ്ട്. മറ്റ് ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകളും ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെയൊക്കെ പുറത്താകാൻ സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ തുക നിങ്ങൾ കറക്റ്റായിട്ട് കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സംശയങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, കാണുന്നവർക്ക് മറുപടി തരാം. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.